അല്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ. അവ ഇന്ന് ഇവിടെ രാത്രി നിൽക്കും. ഇന്ന് രാത്രി അവൻ ഇവിടെ ഉണ്ടാവും. നാളെ വെളുപ്പിന് അവനോട് പറഞ്ഞു വിടണം. അതെ, ഞാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മോശമാണ്, തറവാടിന് മോശമാണെന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടറിയാ, ഇന്ന് രാത്രിയാണ് 2 എണ്ണം പൊട്ടിച്ചിട്ട് സാധനം വാരി ഇറക്കിയിട്ട് പറഞ്ഞു വിടണം. അളിയന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നും വേണ്ട അളിയാ, അവൻ എങ്ങനെയെങ്കിലും രാവിലെ നൈസിലങ്ങ് പറഞ്ഞു വിട്ടാൽ മതി. പിന്നെ ഞാൻ അളിയൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. കുറെ നാളായി എൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തേട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവനുണ്ടല്ലോ, ഇവൻ വരുന്നതിന് കുറച്ച് നാൾ മുമ്പായിട്ട് തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ജവന്തി ആണെങ്കിൽ ഫോണുമായിട്ട് പല മൂലയ്ക്ക് നിൽക്കണത്. ഉള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞു. പെണ്ണുങ്ങള് ആണുങ്ങളാണ് ചെലവിന് തരണമെങ്കിൽ അതനുസരിച്ച് പറയണത് കേട്ട് മര്യാദക്ക് വീട്ടിൽ നിന്നോണം. ഞാൻ നിന്റെ കാല് പിടിക്കുക, എഴുന്നേറ്റ് ചെല്ലു. നീ ചുമ്മാ ഇക്കടി. അവൻ വിഷമിക്കണ ആ വിഷമത്തിന് പരിഹാരം എനിക്കറിയാം ഉണ്ടാക്കി കൊടുക്കാൻ. ആണുങ്ങളെ വിഷമം മനസ്സിലാക്കാതെ അളയാ വിഷമിക്കണ്ട. വേണ്ട നീ പോയി അവന് ഇച്ചിരി കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും എടുത്തു. അവൻ പോകണ്ട, അവൻ ഇവിടെ ഇരിക്കട്ടെ. ഇച്ചിരി മനസ്സ് വിഷമമൊക്കെ ഒന്ന് മാറി സാവകാശം അങ്ങോട്ട് പോയാൽ മതി. വിഷമിക്കണ്ട. വേണ്ട, ഇലയ്ക്ക് മുള്ളിലും കേടില്ലാത്ത രീതിയിൽ ഈ കേസ് അളിയൻ കൈകാര്യം ചെയ്തു തരും. അല്ലേ കൊച്ചു പിള്ളേരെ പോലെ കുറച്ച് കുടിക്കാൻ വെള്ളം തരില്ല എന്റെ മോന്. നീ ചെല്ലടാ അങ്ങോട്ട്. എടി വെള്ളം കൊടുക്കാൻ പോവും. ഇത് ഞാൻ ഏറ്റ് വിഷമിക്കണ്ട. എന്നാലും ഇതൊക്കെ ഇങ്ങനെ ഇവിടെ നടന്നല്ലോ എന്നുള്ളതാണ്. എടോ എൻ്റെ ജീവിതം പോയടോ. എന്തു പറ്റി? ഇനി തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ പോയി. കാര്യം എന്താന്ന് വെച്ചാ പറ. നീ കാര്യം എന്താ, അവളുടെ മറ്റേ മുറച്ചെറുക്കല്ലേ ഗൾഫിൽ നിന്ന് വന്നത്. അത് പോയി നോക്കണം. അത് അവളെ മുറച്ചെറുക്കനല്ല, കാമുകനാണ്. കാമുകൻ നിന്നോടവൻ വരാൻ പോണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മര്യാദക്ക് പറഞ്ഞ എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കാൻ അവനെ വരുത്തല്ലേന്ന്. ഞാൻ എങ്ങനെ വരുത്താതിരിക്കടോ? അവൻ അവിടുന്ന് ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരണ്ടെന്ന് പറഞ്ഞാൽ അവൻ നിൽക്കുവോ? കനക പഴയ കാലമൊന്നുമല്ല, കുടുംബത്തുള്ളവരെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. പിന്നെയാണ് അമ്മാവൻ്റെ മകനാണ് മുറച്ചെറുക്കനാന്ന് പറഞ്ഞിട്ട് ഒരു തന്നെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കണം. അതെ, അവർ പെരുമാറുന്നത് നിനക്ക് കാണണോ? കാണണ്ട കൂടെ ഞാൻ കാണിച്ചു തരാം. വാ വാ. എനിക്ക് കാണണ്ട. വാടാ, നീ കണ്ടോ? എനിക്ക് കാണണ്ടെന്നേ. ഒന്നുകിൽ അവനെ ഓർക്കണം, വേണ്ടേ? അവൾ വേറൊരുത്തൻ്റെ ഭാര്യയാണെന്ന് ഓർക്കണം, അല്ലെങ്കിൽ അവളെ ഓർക്കണം ഞാനൊരു ഭാര്യയാണ്, അത് കല്യാണം കഴിക്കാത്തൊരു ചെക്കനാണെന്ന്. ഇത് കാമുകന്മാർ പെരുമാറണമാര് രണ്ടുപേരും കൂടെ പെരുമാറണതിൻ്റെ ഉള്ളിൽ നാണമില്ല കനക നിനക്ക്? എന്തിന്? വേറെ അന്യ ഒരുത്തനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ട് മാറി നിന്നിട്ട് ഒളിഞ്ഞു നോക്കണം നീ. എടാ, അവൻ എത്രയും പെട്ടെന്ന് അവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കാൻ. ഞാൻ എങ്ങനെ പുറത്തിറക്കി വിടടോ? ഞാൻ പുറത്തിറക്കി വിട്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ എന്നെ തിന്നാൻ വരും. അപ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ വലിയൊരു രോഗിയാണ്, സംശയരോഗി. സത്യങ്ങൾ ഞാനാണല്ലോ പറയണത്. കനക, അവർക്കൊന്നും തോന്നൂല. അവർക്ക് പുതിയ കാലഘട്ടത്തിനെ കുറിച്ച് അറിയാൻ പാടില്ല. ഇപ്പോഴത്തെ പെൺപിള്ളേരെ സ്വപ്ന ലോകത്താണ്. അവർക്ക് കളർഫുള്ള് ജീവിതമാണ് അവർ ആഗ്രഹിക്കണം. ഇപ്പോൾ ഈ ഗൾഫിൽ നിന്ന് വന്നേക്കണവന്മാരുടെ കളർഫുള്ള് ഡ്രസ്സും അവരുടെ സ്പ്രേയുടെ മണമൊക്കെ കേട്ടാൽ പെൺപിള്ളേരെ ആകർഷിക്കും. നീ അതുപോലെ എന്തെങ്കിലും അവൾക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? നീ പോസ്റ്റേലും കയറി വേർത്ത് കുളിച്ചിട്ട് ഒരു അതി വിടക്കേട്ട മണമായിട്ടല്ലേ അവളുടെ അടുത്ത് ചെല്ലണ. അവളെയും പറഞ്ഞിട്ട് അയ്യോ നാണമില്ല നിനക്ക് ഈ ജാതി താടിയും വെച്ചിട്ട് നിന്ന് കരയാൻ വൃത്തി കേട്ടോനെ. അച്ചോ കനക, നമുക്ക് വഴിയുണ്ടാക്കാൻ. നീ കരയല്ലേ? ഒക്കെ എൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ്. അല്ലാത്ത കാര്യത്തിനൊക്കെ നിനക്ക് 100 നാവാനല്ല. സ്വന്തം കാര്യത്തിന് എന്താ വർത്താനം പറഞ്ഞാലേ? ഒക്കത്തിന് എന്നെ പറഞ്ഞാൽ മതിയടോ. ഞാൻ അന്ന് ആ ഫോണ് വാങ്ങിച്ചു കൊടുത്തതായി പ്രശ്നം. ഞാൻ അന്ന് അമ്മയോട് പറഞ്ഞാണ് ആ ഫോണ് വേണ്ടാന്ന്. അപ്പോൾ അമ്മയ്ക്ക് ഒരേ നിർബന്ധം, വാങ്ങിച്ചു കൊടുക്കണം അവൾക്ക് ഫോണിന്ന്. ആ ഫോണ് വാങ്ങിച്ചു കൊടുത്തതായി പ്രശ്നം. ഈ വാട്സാപ്പ് ഉണ്ടല്ലോ, വാട്സാപ്പ്, ഈ വാട്സാപ്പിൽ അവൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും മെസ്സേജ്. ഇവൾ തിരിച്ചു അയക്കും. ഞാൻ പറയട്ടെ, ഗൾഫിൽ നിന്ന് ഇവളെ വിളിക്കുന്ന എന്ത് കാര്യത്തിനാണ്? അതും ദിവസേനെ ഒരു മുറപ്പെണ്ണ്, ഒരു മുറച്ചെറുക്കന് മുറപ്പെണ്ണുമായിട്ട് ഇത്ര കൂടുതൽ സംസാരിക്കാൻ എന്താണ്? എടാ, മുറപ്പെണ്ണും നാഴിപ്പെണ്ണൊക്കെ കല്യാണത്തിന് മുമ്പാണ്. അവളിപ്പോ നിന്റെ ഭാര്യയല്ലേ? അല്ലേ? പിന്നെ എന്ത് മുറപ്പെണ്ണ്? അത് നീ ചോദിക്കണോ അങ്ങാട്? ഇത് വേറെ എവിടെയില്ല, അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. നീ ഇതൊക്കെ കണ്ടുകൊണ്ട് പുറത്തു വന്നിന്ന് നിലവിളിച്ചാലുണ്ടല്ല, അവൻ അവളെ വിളിച്ചോണ്ട് പോകും അവളുടെ പാട്ടിന് കേട്ടാ. നീ എന്നിട്ട് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ നോക്കി ചെല്ലി. ഫാസിലെ, എൻ്റെ വിഷമം ഞാൻ എത്ര പറഞ്ഞിട്ട് ഇവർക്ക് ആർക്കും മനസ്സിലാവില്ലടോ. അത് മനസ്സിലായി ആർക്കറിയോ? ക്ലീറ്റസിന് സംഗതി മനസ്സിലായി. ഞാൻ പറഞ്ഞു, ക്ലീറ്റസെ എൻ്റെ മാതിരിയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അവൻ്റെ പോയിന്റ് പിടികിട്ടിയവന്. അവന് മനസ്സിലാവും. അവന് ഇതുപോലത്തെ 100 പ്രശ്നങ്ങളിൽ ഇടപെടണല്ലേ. ഇതുപോലത്തെ ലക്ഷണം കണ്ട അവന് പിടുത്തം കിട്ടും. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു പിടിയും കിട്ടില്ലടോ. നീ എത്രയും പെട്ടെന്ന് ചെന്നിട്ട് അവനെ ഇവിടുന്ന് ഒഴിവാക്കാൻ നോക്ക്. ഞാൻ എങ്ങനെ ഒഴിവാക്കടോ?
എടാ അല്ലെങ്കിൽ അവളെ വിളിച്ചോണ്ട് നീ എങ്ങാടെങ്കിലും പോ. അപ്പൊ നിങ്ങളെ കാണാതെ ആകുമ്പോൾ അവൻ തന്നെ ഇറങ്ങി പോയിക്കോളും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വിളിച്ച അവള് വരുമോ? അയ്യോ അവനവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് കരയണ. നിന്നൊക്കെ എന്താ ചെയ്യണ? അല്ലാത്ത കാര്യത്തിന് നിനക്ക് 100 നാവാണല്ലോ. അവനവന്റെ കാര്യത്തിന് അതൊന്നും അറിയാൻ പാടില്ലേ? ഇത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലേ? എന്തെങ്കിലും സിറ്റുവേഷൻ ആട്ടെ നീ നിന്റെ കുടുംബം സംരക്ഷിക്കാനൊക്കെ. അല്ല അവിടെ വയറിരിക്കില്ല, അവനൊരു ഷോക്ക് കൊടുക്ക്. നീ വീട്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഞാൻ നാളെ ചിലപ്പോഴായിട്ട് ഓഫീസിലേക്ക് വരൂ, ചിലപ്പോഴേ വരണ്ടാവുള്ളൂ. എന്താണ് ഇതിനൊക്കെ ചെയ്യണ്ടേന്നറിയാമോ? ഏട്ടാ 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 ഉറങ്ങിയോ? എന്താ ഏട്ടാ? എന്താ നിനക്ക് വേണ്ടത്? ഏട്ടൻ എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല. കാര്യം പറയേട്ടാ. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? നീ കിടന്നോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം കേൾക്കണ്ട. ഏട്ടൻ കേട്ടേ പറ്റൂ. എന്താ ഏട്ടൻ ഇങ്ങനെ കാണിക്കണേ? എങ്ങനെ കാണിക്കണം? എന്താ ഈ സ്വഭാവം? എന്താ എൻ്റെ സ്വഭാവത്തിന് കുഴപ്പം? ഇപ്പൊ എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ പറഞ്ഞില്ലേ. പിന്നെന്താണ്? നീ വേണേ കിടന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണ് നിനക്ക് മനസ്സിലായത്? ഒരാള് വീട്ടിൽ വന്ന് ഇങ്ങനെയാണോ കാണിക്കണ്ടേ? ഞാൻ എന്താ കാണിച്ചത്? ഞാനാണടി കാണിച്ചത്? പിന്നല്ലാതെ. ആണോ? എനിക്കിങ്ങനെ പെരുമാറാനേ അറിയൂ, അത് തന്നെ. ഞാൻ പെരുമാറാൻ കള്ളത്തരമില്ല, എനിക്കിങ്ങനെ പെരുമാറാനേ പറ്റൂ. പിന്നെ ഇവിടെ ആരെ കള്ളത്തരം കാണിക്കണേ? ഞാൻ കാര്യം ചോദിക്കട്ടെ, ഞാൻ ഒരുപാട് മുറച്ചെറുക്കന്മാരെ കണ്ടിട്ടുണ്ട്, കുറേ മറപ്പെണ്ണുങ്ങളെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരെണ്ണത്തിന് ഞാൻ കണ്ടിട്ടില്ല. എന്താ നിങ്ങൾ മാത്രമേ മുറച്ചെറുക്കനും മറപ്പെണ്ണുള്ളൂ ആണോ? എന്തിനും മുറച്ചക്കൻ എന്ന് പറയണേ? എന്താണ് പറയേണ്ടത്? അതെന്റെ അമ്മാവന്റെ മോനാ. അമ്മാവൻ്റെ മോൻ. ഈ അമ്മാവൻ്റെ മോൻ വരുമ്പോൾ അതിനനുസരിച്ച് പെരുമാറിയ പോലെ നിനക്ക് വീട്ടിൽ. നീ എന്തിനാ ഇത്രയും കൂടുതൽ സ്വാതന്ത്ര്യം എടുത്ത് പെരുമാറണം എൻ്റെ മുമ്പിൽ? ഇത് എനിക്ക് മാത്രം തോന്നിയൊന്നുമില്ല, അമ്മയ്ക്കും തോന്നിയിട്ടുണ്ട്, ക്ലീറ്റസിനും തോന്നിയിട്ടുണ്ട്, എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. എന്തിനാണ് വെറുതെ ആളുകളെ കൊണ്ട് പറയുക നിൽക്കണത്? നീ എന്തിനിങ്ങനെ ആടിക്കുഴഞ്ഞങ്ങ് ചേർന്ന് പെരുമാറുവാണല്ലോ. ഏട്ടാ ഞങ്ങള് ഇതൊക്കെ കണ്ട എല്ലാവർക്കും മനസ്സിലാവും മോളെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരാണിനും മനസ്സിലാവും. അങ്ങനെ അവർക്ക് തോന്നുന്ന ഒരു കുഴപ്പം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതൊരു കുഴപ്പമാണെങ്കിൽ ഞാനങ്ങ് സഹിച്ചു, അത്രേ. ഏട്ടാ ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാ. അപ്പൊ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഒരുമിച്ച് കളിച്ചെങ്കിൽ ഒരുമിച്ച് കളിച്ച് വരുന്ന സമയത്തൊക്കെ തീർത്തോളണം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ വന്നിട്ട് നീ ഇപ്പം ആരാണ്? നീ ഇപ്പം എൻ്റെ ഭാര്യയല്ലേ? മിനിമം അതെങ്കിലും ഓർക്കണ്ടേ? അത് ഓർക്കാനുള്ള ബുദ്ധി എന്താ നിനക്കില്ലേ? ഏട്ടാ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഏട്ടാ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഏട്ടാ എന്തിനാ ആ മനുഷ്യന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കാണിക്കണേ? ഏത് മനുഷ്യനടി? ഏത് മനുഷ്യനാണ്? എനിക്ക് അവൻ ആരാണ്? എൻ്റെ ചാന്തും കുന്തും പെണമോട് മറുപടി. ഏട്ടാ ചാന്തേട്ടൻ നമ്മളോട് ഇഷ്ടമുള്ളതോട്ടല്ലേ ഇപ്പൊ കുട്ടികളില്ലാത്തതിന് ചികിത്സ ഗൾഫിലുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഏട്ടനൊന്നും മുഖം കൊടുക്കുക പോലും ചെയ്തില്ല. കുട്ടികളില്ലാത്തവന് ചികിത്സ ഗൾഫിലേക്ക് പോകണ്ട, ഇവിടെ ഒരുപാട് ചികിത്സിച്ചല്ലോ. ഇതൊക്കെ പോരാഞ്ഞിട്ടാണ് ഗൾഫിലേക്ക് കൊണ്ടുപോകണത്? ഏട്ടൻ നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. നമുക്ക് കുന്താണ് ഇഷ്ടം, എന്നോടല്ല നിന്നോടാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. ഒറ്റ നിൽക്കണം. ഇതൊന്നും പറയുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ മാതിരി പരിപാടിക്ക് നിൽക്കരുത് കേട്ടോ. അത് ഭയങ്കര ബോറാണ്. നാളെ ഇങ്ങനെ പറഞ്ഞു വിട്ടോണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നീ മനസ്സിലാക്കും. നിങ്ങളോട് ഇനി ഒന്നും പറയാൻ എനിക്കില്ല. ഈ കിടക്കണോണ്ടവണെ കിടന്നോ, പക്ഷെ ഉറങ്ങണം. ഉറങ്ങും നിങ്ങൾ. ഒരു കിണുകിണുപ്പ്. പിന്നെ ഗൾഫ് സാധനമല്ലേ, സൂപ്പർ സാധനമാണ്. അത് കഴിക്കണമെങ്കിൽ എൻ്റെ ഒരു നിർബന്ധം, നല്ല കുടുംബത്തിൽ പറഞ്ഞ സാധനം കുടുംബത്തിൽ പറഞ്ഞവരെ കൂടെ ഇരുന്ന് കഴിക്കണം. എന്നെ പോലെയുള്ള എൻ്റെ അളിയുണ്ടല്ലോ, അവൻ കൊള്ളൂല, ഇതിനൊന്നും പറ്റൂല. പാവം അയ്യേ, കനകടി പാവല്ലേ. അവൻ പാവമാണല്ലോ, അതുകൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കണേ. അതെ ചന്തു, നിനക്ക് സത്യത്തിൽ ഗൾഫിൽ എന്താടാ ജോലി? ഇത് എല്ലാവർക്കും അറിയാന്നുള്ളതല്ലേ. ചേട്ടൻ അറിയില്ലേ? ഞാൻ എഞ്ചിനീയർ അല്ലേ. അതെ പിന്നെ ചുമ്മാ സത്യം സത്യം നല്ല മുറ്റ എഞ്ചിനീയർ. ഒന്നുമില്ല, ഞാൻ ചോദിച്ചൊരു കാര്യം, നീ ഇവിടെ വന്നിട്ട് ജമന്തിക്ക് കോഴിക്കറി ഉണ്ടാക്കാൻ പഠിപ്പിക്കണ്, ബിരിയാണി വെക്കാൻ പഠിപ്പിക്കണ്. അപ്പോൾ ഒരു സംശയം, നീ അവിടെ കുക്കുമല്ലോ ആണോ?
കൊച്ചു കള്ളേ. ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ ഗൾഫിലെന്ന് പറഞ്ഞാൽ കുറേ ബാച്ചിലേഴ്സ് ഇങ്ങനെ താമസിക്കുമ്പം നല്ല നല്ല ആഹാരം കഴിക്കണമെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് തന്നെ കഴിക്കണം. അങ്ങനെ ഇപ്പം നല്ല എക്സ്പേർട്ടാണ് ഞാൻ കുക്കിങ്ങിൽ. അല്ല നീ ഇപ്പൊ ജമന്തിയെ പഠിപ്പിച്ചു കൊടുത്തത് വെറുതെ ഒരു രസത്തിൽ അത്രയല്ലേ ഉള്ളൂ. അല്ല അതല്ല പിന്നെന്താണ്? അല്ല വേറെ പ്രത്യേകിച്ച് അങ്ങനെ നിന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ലല്ലോ. ഹാ, എന്ത് പ്രത്യേകിച്ച് എന്താണ് മനസ്സിൽ? അല്ലടാ ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാലേ, നീ ജമന്തിയും നിങ്ങൾ കൊച്ചിലെ കളിച്ച് വളർന്ന ആൾക്കാർ കളിക്കൂട്ടുകാരാണ്. അപ്പം നിങ്ങൾ തമ്മിൽ ഭയങ്കര സൗഹൃദം വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ അതൊന്നും നടപ്പുള്ള കാര്യമല്ലല്ലോ. ഒന്ന് ചേട്ടാ, അവള് എൻ്റെ മുറപ്പെണ്ണാണ്, എൻ്റെ പെങ്ങളാണ്. മനസ്സിലായില്ലേ? വേറൊരു കാര്യം നീ ഓർമ്മിക്കണം, അവൾ ഒരുത്തൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് എൻ്റെ പെങ്ങൾ അല്ലാതാവൂ. പെങ്ങളെ ആയി അതിലങ്ങ് നിന്നാൽ കുഴപ്പമില്ല. വേറെ പ്രത്യേകിച്ച് നിനക്കൊരു ദുരുദ്ദേശമില്ലല്ലോ. എന്തുദ്ദേശം ചേട്ടാ? ചേട്ടൻ ഇത് അടിച്ചത് കൂടിപ്പോയോ? സത്യം പറ. നീ ആ ഉണ്ടാക്കിയ സംസാരം ക്ലീറ്റോ കഴിക്കണ കാര്യത്തിൽ അന്തസ്സായിട്ട് തന്നെ നിൽക്കും. അന്തസ്സായിട്ട് എന്റെ ഒരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ. നീ ചന്തു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമന്തിയെ കുറിച്ച്. അതെ. ജമന്തി ആരാ? കനകന്റെ ഭാര്യ. അതെ. കനകൻ ആരാ? എന്റെ ഭാര്യ തങ്കത്തിന്റെ ആങ്ങള ആണല്ലോ. അതെ. ഒക്കെ ക്ലിയർ അല്ലേ? പിന്നെന്താണ് സംശയം? അല്ല വേറെ സംശയമൊന്നുമില്ല, അതാണ് ഞാൻ ചേട്ടനെ പറഞ്ഞത്. ഞാൻ ചോദിച്ചു വന്നത് ജമന്തിയുമായിട്ട് നിനക്ക് വേറെ പ്രത്യേകിച്ച് വേറെ രീതിയിലൊന്നും ഇല്ലല്ലോ. എന്റെ പൊന്നു ചേട്ടൻ ഇല്ലല്ലോ. ഒന്നുമില്ല. ഇല്ലല്ലോ. അത് മതി. എനിക്ക് നീ ഒന്ന് സത്യം ചെയ്തേ. എന്റെ പൊന്നു ചേട്ടനാണ് സത്യം. ഞാനും ജമന്തിയായിട്ട് തെറ്റായിട്ടുള്ള യാതൊരു വിധ ബന്ധവുമില്ല. പാടില്ല. എനിക്കത് മതി. മതിയല്ലോ. എനിക്കത് മതി. എന്നാ പിന്നെ ഒരേ ചെറുതും കൂടെ എനിക്ക് വിശ്വാസമുണ്ട്. ക്ലാസ് എടുത്തു. ഞാൻ ഈ പറഞ്ഞത് വേറൊന്നും അല്ലടാ. ഓരോരുത്തരും മനസ്സിൽ ഓരോരോ സംശയങ്ങൾ കയറി കൂടി കഴിഞ്ഞാൽ പിന്നെ അത് ക്ലിയർ ചെയ്യാൻ നമ്മളെ സത്യം ചെയ്യണം. അതെ. Versus Alien.